പ്രശസ്ത ഗായിക എസ് ജാനകിക്കും അന്തരിച്ച ഭർത്താവ് വി രാമപ്രസാദിനും ഒരേയൊരു മകനായിരുന്നു ഉണ്ടായിരുന്നത്. മുരളീകൃഷ്ണ എന്ന മകൻ. സ്നേഹവും സംഗീതവും ആവോളം പകർന്നു നൽകി എസ് ജാനകി വളർത്തിയ ആ മകൻ ഇപ്പോഴിതാ മരണത്തിനു കീഴടങ്ങിയെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭർത്താവിന്റെ മരണശേഷം സംഗീത ലോകത്ത് അത്ര സജീവമല്ലാതിരുന്ന ജാനകി മകനൊപ്പം മൈസൂരുവിലെ മകന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ജാനകിയുടെ വ്യാജ മരണവാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ പ്രതികരിച്ച് മകൻ രംഗത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ആ മകന്റെ മരണവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ വികാരഭരിതമായ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ഗായിക KS ചിത്രയാണ് ഇക്കാര്യം അറിയിച്ചത്. പെട്ടെന്നുള്ള വിയോഗത്തിൽ ഞെട്ടിയെന്നും ഈ വേദനയും ദുഃഖവും മറികടക്കുവാൻ ദൈവം ജാനകി അമ്മയ്ക്ക് ശക്തി നൽകട്ടെയെന്നും KS ചിത്ര തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. ഗായികയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് രാവിലെ മുരളിയണ്ണയുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജാനകി അമ്മയുടെ ഏക മകൻ, പെട്ടെന്നുള്ള വിയോഗവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. സ്നേഹനിധിയായ ഒരു സഹോദരനെ നഷ്ടപ്പെട്ടു. ഈ അസഹനീയമായ വേദനയും ദുഃഖവും മറികടക്കുവാൻ ദൈവം അമ്മയ്ക്ക് ശക്തി നൽകട്ടെ. പരേതനായ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ഓം ശാന്തി എന്നാണ് KS ചിത്ര കുറിച്ചത്. ചിത്രയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അനുശോചനം അറിയിക്കുന്നതും. 5 വർഷം മുമ്പാണ് ജാനകി അമ്മയുടെ വ്യാജ മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. അന്ന് അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നും വാസ്തവ വിരുദ്ധമായ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നും മകൻ അപേക്ഷിച്ചിരുന്നു. വസ്തുതാവിരുദ്ധമായ ഇത്തരം വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടതിൽ ദുഃഖമുണ്ടെന്ന് ജാനകിയുടെ മകൻ മുരളീകൃഷ്ണയാണ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. മൈസൂരുവിലുള്ള വീട്ടിൽ മകൻ മുരളീകൃഷ്ണയ്ക്കൊപ്പം ആരോഗ്യത്തോടെയും സുരക്ഷിതത്തോടെയും ഇരിക്കുകയായിരുന്നു അന്ന് ജാനകിയമ്മ. വിവാഹിതനായ മുരളീകൃഷ്ണയുടെ ഭാര്യ ഉമയാണ്. 87-കാരിയാണ് ഇപ്പോൾ എസ് ജാനകി. 1938 ഏപ്രിൽ 23 ഗുണ്ടൂർ ജില്ലയിലെ പള്ളപ്പട്ടലയിലാണ് എസ് ജാനകി ജനിച്ചത്. ആയുർവേദ ഗുരുവായിരുന്ന ശ്രീരാമമൂർത്തി സിസ്ലയാണ് പിതാവ്. ബാല്യകാലം മുതൽ സംഗീതമായിരുന്നു എസ് ജാനകിയുടെ ലോകം. 3-ാം വയസ്സിൽ സംഗീത പഠനം ആരംഭിച്ച ഗായിക 9-ാമത്തെ വയസ്സിലാണ് ആദ്യമായി ഒരു സ്റ്റേജിൽ പാട്ടുപാടിയത്. നാദസ്വരം വിദ്വാൻ വൈദ്യസ്വാമിയാണ് സംഗീതത്തിൽ ജാനകി അമ്മയുടെ ആദ്യത്തെ ഗുരു. 1957 ജാനകി അമ്മ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയത്. 1959 വി രാമപ്രസാദ് എന്നയാളുമായി വിവാഹിതയാവുകയും ചെയ്തു. 97 ഹൃദയാഘാതത്തെ തുടർന്നാണ് രാമപ്രസാദ് മരണമടഞ്ഞത്. അതിനുശേഷം അതുവരെ സജീവമായിരുന്ന സംഗീത ലോകത്തു നിന്നും പതുക്കെ പിൻവാങ്ങുകയായിരുന്നു ജാനകിയമ്മ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.